നമസ്കാരം. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് ഈ മാനസിക സമ്മർദ്ദം, അതായത് സ്ട്രെസ്സ്, അതിനെപ്പറ്റി കുറച്ചുകൂടി ഒന്ന് ആ, വിശദമായിട്ട് സംസാരിച്ചാലോ? തീർച്ചയായും. എന്താണ് ഈ സ്ട്രെസ്സ്? അതിൻ്റെ ഒരു സയൻസ് എന്താണ്? പിന്നെ ഏറ്റവും പ്രധാനം, ഇതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം? അതൊക്കെ നോക്കാം. അതെ, നമുക്ക് കിട്ടിയ വിവരങ്ങളിലെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ലേ? അതെ. അപ്പോൾ എന്താണ് ഈ സ്ട്രെസ്സ്? ശരിക്കും നമ്മുടെ ശരീരം ഒരു വെല്ലുവിളിയെ നേരിടുമ്പോൾ ഉം. അത് ചിലപ്പോൾ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ തോന്നലും ആവാം. ഉം. അപ്പോൾ ശരീരം പ്രതികരിക്കും. ഉം. നമ്മൾ ഈ പറയുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഇല്ലേ, ഒന്നുകിൽ നേരിടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നൊരു രീതി. അതേ അവസ്ഥ. ശരിയാണ്. ആ സമയത്ത് തലച്ചോറ് ഈ കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്ന ഹോർമോണുകൾ പുറത്തുവിടും. എന്തിനാണത്? അതെ, ഹൃദയമിടിപ്പ് കൂട്ടും, പേശികളിലേക്കൊക്കെ കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യും. ഒരു എമർജൻസിക്ക് വേണ്ടി ശരീരം തയ്യാറെടുക്കുന്ന പോലെ. പണ്ടൊക്കെ ഒരു സിംഹം വരുമ്പോൾ ഓടാൻ ഇത് വേണമായിരുന്നു. അതെ. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്രോതസ്സുകളിൽ പറയുന്ന പോലെ ആ സിംഹം ചിലപ്പോൾ ഓഫീസിലെ ഡെഡ്ലൈൻ ആകാം, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ആകാം. അതൊരു വലിയ കാര്യമാണ്. കാരണം ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എപ്പോഴും ഓണായിട്ടിരുന്നാൽ പ്രശ്നമാണ്. കറക്റ്റ്. അത് ലോങ് ടേമിൽ, അതായത് ദീർഘകാലം ഇങ്ങനെ നിന്നാൽ ഈ പറയുന്ന ഉത്കണ്ഠ, പിന്നെ വിഷാദം, ഉറക്കമില്ലായ്മ, ഓ ശരി. എന്തിന് ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരെ വരാം. അത് നമ്മൾ കാര്യമായിട്ടെടുക്കണം. അപ്പോ ഇതെങ്ങനെ നേരിടാം? ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഇത് മുഴുവനായിട്ട്. ഇല്ല, ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളിൽ തന്നെ ചില വഴികൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ശ്വാസമെടുക്കുന്ന വ്യായാമങ്ങൾ. ബ്രീത്തിങ് എക്സസൈസ്. അതെ, പ്രത്യേകിച്ച് ആ 4-7-8 ടെക്നിക്. 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക. അതെ, അതെങ്ങനെയാ സഹായിക്കണത്? അത് നമ്മുടെ നെർവസ് സിസ്റ്റം ഇല്ലേ, അതിനെ ഒന്ന് കൂളാക്കും. പെട്ടെന്നൊരു ശാന്തത കിട്ടും. ഓക്കെ. പിന്നെ എക്സസൈസിന്റെ കാര്യവും പറയുന്നുണ്ടല്ലോ. ഉറപ്പായും. ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ പ്രധാനമാണ്. ഒരു ദിവസം ഒരു 20 മിനിറ്റ് നടന്നാൽ പോലും മതി, കുറച്ചൊന്ന് വേഗത്തിൽ. നടക്കുമ്പോ എന്താ സംഭവിക്കണത്? അപ്പോ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസാകും. അതൊരു ഫീൽ ഗുഡ് ഹോർമോൺ എന്നൊക്കെ പറയാം. ഓ, മൂഡ് നന്നാക്കും. അതെ, സ്ട്രെസ് കുറയ്ക്കും, മൂഡ് ബെറ്ററാക്കും. പിന്നെ മൈൻഡ്ഫുൾനെസ്, ധ്യാനം, അതും കേൾക്കുന്നുണ്ടല്ലോ. ഉണ്ട്, അതും വളരെ എഫക്റ്റീവാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക, ആ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയില്ലേ. അതെ. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ, അത് നല്ലതായാലും ചീത്തയായാലും വെറുതെ ഒന്ന് നിരീക്ഷിക്കുക, അതിനെ ജഡ്ജ് ചെയ്യാതെ. അതിനെത്ര സമയം വേണം? ഒരു ദിവസം ഒരു 5-10 മിനിറ്റ് മാറ്റിവെച്ചാൽ പോയും സ്ട്രെസ് ഒരു 20-30% വരെ കുറയുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. കൊള്ളാം. ഇതൊക്കെ കൂടാതെ നമ്മുടെ ബേസിക് കാര്യങ്ങൾ, നല്ല ഉറക്കം, ഭക്ഷണം, അത് മറക്കരുത്. ഒരു 7-8 മണിക്കൂർ ഉറങ്ങുന്നത് വളരെ പ്രധാനമാണ്. പിന്നെ നല്ല ഭക്ഷണം, ബാലൻസ്ഡ് ആയിട്ടുള്ളത്, ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെ ബോഡിക്കൊരു സപ്പോർട്ട് കൊടുക്കും അല്ലേ സ്ട്രെസ്സിനെ നേരിടാൻ? അതെ. പിന്നെ മറ്റൊന്ന്, നമ്മുടെ സോഷ്യൽ കണക്ഷൻസ്, കൂട്ടുകാരോടും വീട്ടുകാരോടുമൊക്കെ സംസാരിക്കുന്നത്. അത് ശരിയാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ പ്രശ്നമാവും. അതെ, നമ്മൾ ഇഷ്ടമുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഓക്സിറ്റോസിൻ എന്നൊരു ഹോർമോൺ. ഓക്സിറ്റോസിൻ. അതിനെ കണക്ഷൻ ഹോർമോൺ അല്ലെങ്കിൽ ലവ് ഹോർമോൺ എന്നൊക്കെ പറയും. അത് നമുക്കൊരു സുരക്ഷിതത്വ ബോധം തരും, ആശ്വാസം കിട്ടും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ സ്ട്രെസ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. പക്ഷെ അതിനെ പേടിക്കേണ്ട കാര്യമില്ല. അതെ, അതിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനോടൊന്ന് ഒത്തുപോകാൻ വഴികളുണ്ട്. തീർച്ചയായും. ഈ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങൾ മതി ചിലപ്പോൾ. ഒരു ശ്വാസമെടുക്കുന്ന വ്യായാമം, അല്ലെങ്കിൽ ഒരു ചെറിയ നടത്തം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളോടൊന്ന് സംസാരിക്കുന്നത്. അതെ, ഇതൊക്കെ വലിയ വ്യത്യാസമുണ്ടാക്കും. അപ്പോ ഈ കേട്ട കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക്, അതായത് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം എന്തായിരിക്കും? അതൊന്ന് ആലോചിച്ചു നോക്കൂ. ആ ഒരു ചെറിയ സ്റ്റെപ്പ്, അത് നിങ്ങളുടെ ഒരു മാനസികാരോഗ്യത്തെ മൊത്തത്തിൽ എങ്ങനെ ബെറ്ററാക്കും? അതൊരു നല്ല ചിന്തയാണല്ലേ?